സാക്ഷി ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. 2004 അവിടെ ചെന്ന് നിന്നിട്ട് ഇയാളെ വീട്ടിൽ ഇയാളെ ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയി നിന്നിട്ട് അതുവഴി അങ്ങ് എവിടെയോ പോയി എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവളുടെ രണ്ടാമത്തെ കൊച്ചിന് എപ്പോഴും ശ്വാസം മുട്ടൽ വരും. ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് വയ്യാതെ അപ്പോൾ ഞാൻ തോളി കടത്തിക്കൊണ്ട് വഴി നീളം നടന്നപ്പോൾ ഒരാൾ പറയുന്നു ഇവന് പത്തനംതിട്ട വെച്ച് കണ്ടുവന്നു. വീട്ടിൽ വന്നപ്പോൾ അന്ന് ജോലിക്ക് പോകാതെ മദ്യപിച്ചും കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് എൻ്റെ ഇളയ മോളെ അടിച്ച് എവൾ തീ എത്തിച്ചുകൊണ്ടിരുന്ന വിറവ് കമ്പെടുത്ത് അടിക്കാൻ പോയപ്പോൾ ഇവൾ വിറവ് കമ്പി പിടിച്ചപ്പോൾ അവൻ്റെ നെറ്റിയിൽ കൊണ്ട് പൊള്ളി. അത് അവിടെയുള്ള നാട്ടുകാരുടെ അടുത്ത് അത്രയും പറഞ്ഞ് ഇവർ അടിച്ചതാണ് എന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായി. അപ്പോൾ എൻ്റെ മോള് ഫോൺ വിളിച്ച് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഗീത എന്ന് പറയും ആ കുട്ടി വിളിച്ച് ജോലി സ്ഥലത്ത് പറഞ്ഞ് ചേച്ചി നിങ്ങളെ വീട്ടിൽ ഇതുപോലെ നിങ്ങളെ മരുമ വന്ന് ബഹളം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വന്നു. മൂത്ത കുട്ടി 3 വയസ്സുള്ളപ്പോൾ ആ കൊച്ചിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ചാരി കിടന്നിട്ട് കൊച്ചു പറഞ്ഞു പിന്നെ ഇങ്ങനെ പിടിച്ച് ഞാൻ ചാരി കിടത്തി പോകണം ഇങ്ങനെ ചാരിയാണ് എൻ്റെ അമ്മ ഇങ്ങനെ മറിഞ്ഞു പോയത്. എങ്ങനെ മക്കളെ അത് അച്ഛൻ ചവിട്ടിയപ്പോൾ അമ്മ ഇങ്ങനെ ചാരിയിട്ട് ഇങ്ങനെ മറിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം നീ എന്ത് ചെയ്ത്? ഞാൻ കരഞ്ഞ്. പിന്നെ ശോഭന അപ്പച്ചി അച്ഛനും കൂടെ ആട്ടോ പിടിച്ച് അമ്മയെ ആശുപത്രി കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു ഞാനും കൂടെ പോയി. അവിടെ ചെന്ന് അമ്മയെ പിടിച്ച് അകത്ത് കൊണ്ടുപോകാൻ സമയത്ത് അമ്മ കണ്ണ് തുറന്നു എന്ന്. രാധികയില്ലേ കേസ് കൊടുത്തേക്കുന്നേ? അതെ. കേസ് എന്ത് കാര്യത്തിനൊക്കെ പറഞ്ഞേക്കുന്നത് പറയാൻ പറ്റുമോ? പിന്നെ ഞങ്ങൾ കൊടുത്ത സ്ത്രീധനം തിരികെ കിട്ടണം, ഡൈവോഴ്സിന് വേണ്ടിയിട്ട്, പിന്നെ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല, എനിക്ക് ചോദിച്ചിട്ടില്ല. അതിന്റെ അവസ്ഥ ഇപ്പോഴെന്തോ? ഇപ്പൊ അത് ആ സമയത്ത് ഇതുപോലെ പത്രത്തിൽ 2 പ്രാവശ്യം അവിടെ നിന്ന് ഹാജരായില്ല. 2-3 പ്രാവശ്യം അവര് പോയിട്ടും വക്കീൽ നോട്ടീസ് അയച്ചിട്ടും കൈപ്പറ്റിയില്ല. അവിടെ ചെല്ലുമ്പോഴേ അവളുടെ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരുന്നത്. അവിടെ ചെല്ലുമ്പോഴേ അവിടെ അല്ല താമസം എന്ന് പറഞ്ഞ് അവര് മടക്കി. നിങ്ങളുമായിട്ടുള്ള ബന്ധം, നിലവിലെ നിയമപരമായിട്ടുള്ള ബന്ധം നിലനിൽക്കെ ഇയാൾ വേറൊരു സ്ത്രീയുമായിട്ട് ജീവിക്കുന്നു, അതിനെതിരെ നിങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ട്. അതെന്തുവായി? അത് അന്ന് ഇരുന്ന SI സാർ പറഞ്ഞെന്ന് വെച്ചാൽ ചോദിച്ചപ്പോഴും പറഞ്ഞു ഞാൻ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എൻ്റെ കയ്യിൽ അവളുടെ നമ്പർ ഉണ്ടായിരുന്നു. അവൾ എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഈ അമ്പിളി എന്ന് പറഞ്ഞ ആള്. അങ്ങനെ ആ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടിട്ട് SI സാറിൻ്റെ അടുത്ത് കൊടുത്തപ്പോഴും സാർ അവിടെ നിന്ന് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴും അവള് പറഞ്ഞ് ഇങ്ങനെ കൂടെ താമസിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും വെച്ച് സ്റ്റേഷനിൽ വെച്ച് സാർ ഒരു അടി കൊടുത്തിട്ട് അവളെ കളഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് വിളിച്ചുകൊണ്ട് പോയി ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാം സമ്മതിച്ചിട്ട് പോയിട്ട് ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി SIക്കെതിരെ പരാതി കൊടുത്ത് അടിച്ചെന്നും പറഞ്ഞു. ഈ അമ്പിളിയായിട്ടുള്ള ബന്ധം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞാ തുടങ്ങുന്നത്? ഇവര് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എൻ്റെ അമ്മായി പറയുമായിരുന്നു എന്തായാലും നീ സൂക്ഷിച്ചോണം, കാരണം ഇങ്ങനെയാണ് എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇവര് തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു. രാത്രിയൊക്കെ അടുത്തൊരു കടയുണ്ട്. അപ്പൊ അത് 12 മണിയാവും ആ കട അടയ്ക്കുമ്പോൾ. അപ്പൊ കടയിൽ സിഗരറ്റ് വാങ്ങാനും അത് വാങ്ങാനും പോണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് വരുള്ളൂ. പക്ഷെ വീടിന്റെ അടുത്തുള്ളവരും എന്നെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോഴും പറഞ്ഞു ഇതുപോലെ താഴെ അവിടെയാണ് പോകുന്ന, അമ്പിളിയുടെ വീട്ടിലാണ് പോകുന്നത്, നീ ഒന്ന് ശ്രദ്ധിച്ചോണോന്ന് പറഞ്ഞു. വീട്ടുകാർക്കൊന്നും അതിന് താല്പര്യമില്ല. ഇല്ല. അമ്പിളിയുടെ വീട്ടുകാരെ അവർക്ക് സമ്മതമാണ്. അവരാണ് ഇതിനുള്ള ഇതെല്ലാം ഇവര് തമ്മിലുള്ള വൈകല്യമുള്ള ഒരു കുട്ടിയാണ്, ബന്ധുക്കളാണ്. ശശി താമസിക്കുന്ന അമ്പിളിയുടെ വീട്ടിലാണോ? ഇപ്പൊ വാടകയ്ക്ക് അവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് കുട്ടിയാവുന്നത് വരെ. ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ വല്ലതും നിങ്ങൾക്ക് അറിയാം? എവിടെയാണെന്നും ഏത് വീട്ടിലാണെന്നും? കമൂൻകോടാണെന്നറിയാം. അപ്പൊ ഇനി ശശിയുടെ ഭാഗം ഈ മാറനല്ലൂർ സ്റ്റേഷനിൽ എൻ്റെ പേരിന് കേസ് കൊടുത്തപ്പോൾ അവിടുത്തെ SI പറഞ്ഞു ഈ സ്ത്രീധനം ഇവർ തന്നെന്ന് പറഞ്ഞു, സ്ത്രീധനം തന്നെന്ന് പറഞ്ഞു. കേസ് കൊടുത്തതിന് അമ്പിളിയുടെ അടുത്ത് ഒത്ത് ജീവിക്കുന്നു പറഞ്ഞില്ലേ? ഓ അതെ, അത് കൊടുത്ത് വിളിച്ചോണ്ട് പോയതിന് ശേഷം ഇവർ പെറ്റീഷൻ കൊടുത്ത് എന്നെ അവിടെ വിളിച്ചപ്പോൾ ഇവർ ഇതുപോലെ 5 പവൻ്റെ ഉരുപ്പടിയും 10,000 രൂപയും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചോണ്ട് പോയതല്ല, കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്. ഇവിടെ ഈഞ്ചക്കിൽ കമലം കല്യാണം ഉണ്ടാക്കി. സമുദായ ബുക്കിൽ ഞങ്ങളുടെ ഈ ഇവർ തന്ന ശ്രീധന എഴുതും. അപ്പോൾ അതിൻ്റെ റെക്കോർഡ് കൊണ്ടുവന്ന് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴേ എന്നെ SI പിന്നെ എൻ്റെ അമ്മാവിയാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, പിന്നെ ഇത്രാം തീയതി നിങ്ങൾ ഒരു വ്യാഴാഴ്ചയാണ് വരാൻ പറഞ്ഞു. രണ്ടാമത് ആ റെക്കോർഡ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. റെക്കോർഡ് പിന്നെ രണ്ടാമത് വന്നപ്പോഴും റെക്കോർഡ് കൊണ്ടുവന്നില്ല. ഞാൻ ചെന്ന് രണ്ടാമത് എൻ്റെ കൂടി ചെല്ലാൻ പറഞ്ഞ് ചെന്ന് എന്തടാന്ന് ചോദിക്കുകയും എന്നെ അടിക്കുകയാണ് അപ്പോഴും ചെയ്തത്. ആദ്യത്തെ ദിവസം ഒന്നും ചെയ്തില്ല. ആദ്യത്തെ ദിവസം ഇത് പിന്നെ വിളിച്ച് എൻ്റെ കൂടി ചോദിച്ച് എന്താണ് എൻ്റെ കാരണം. ഞാൻ പറഞ്ഞു ഇതുപോലെ ബ്യൂട്ടി പാർലറിൽ പോവല്ലെന്ന് പറഞ്ഞു, ജോലിക്ക് പോവല്ലേ. അല്ല, ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ കുട്ടിയെ കല്യാണം കഴിച്ചത്? അതെ 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 അതെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോവും, അത് എന്ത് പറ്റി? എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ ഒരു പാവപ്പെട്ട കുടുംബമാണ്. എൻ്റെ സഹോദരിമാരെ കെട്ടിച്ചയച്ച എന്നെ ശ്രീധനമൊന്നും കൊടുക്കാതെ വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് എൻ്റെ അമ്മ അയച്ചത്. അപ്പോൾ എനിക്ക് ഒരു സോപ്പ് കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ വട്ടൂർക്കാവിൽ, മേലെ വട്ടൂർക്കാവിൽ ഒരു സോപ്പ് കമ്പനി ഉണ്ടായിരുന്നു. അത് നടത്തിക്കൊണ്ടിരുന്നു. അത് പൊളിഞ്ഞിട്ട് ഞാൻ ചെറിയ ഇൻസ്റ്റാൾമെൻ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു അളിയൻ പറഞ്ഞു ഇതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, പോയി നോക്കാമെന്ന് ചോദിച്ചു. അന്ന് എനിക്ക് ബൈക്കൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരായിട്ട് ബൈക്കിൽ പോയി. ചെന്ന സമയത്ത് ഈ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പേസ്മെൻറ്റിൽ ഒരു ചെറ്റ വെച്ച് കെട്ടിയിട്ടാണ് ഇവർ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അമ്മാവിയാർ പറഞ്ഞ് പെണ്ണ് കണ്ടു, ചായയൊക്കെ തന്ന് കുടിച്ച് എൻ്റെ കൂടി പറഞ്ഞു ഒന്നും തരാനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ശ്രീധരൻ ചോദിച്ചല്ല വന്നത്, പെണ്ണിനെ അയക്കുമെന്നാണ് ചോദിച്ചത്. അത് നോക്കിയിട്ട് അങ്ങ് പോയി. ഒരു 2 ദിവസം കഴിഞ്ഞപ്പം അവൻ തന്നെ വന്ന് പറഞ്ഞു ഇത് വേണ്ട, നമുക്ക് ഈ ബന്ധം വേണ്ട, നിനക്ക് പറ്റിയതല്ല. അപ്പം ഞാൻ കേട്ടെന്താ അത് തന്ത മദ്യപാനിയാണ്, തന്തേര വഴി തള്ളേര വഴി ഇങ്ങനെയാണ്, പിന്നെ അവൾ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിച്ചതാണ്, ഒന്നും ശരിയാവില്ല, നിനക്കിത് പറ്റിയല്ല എന്ന് പറഞ്ഞു. ഞാനത് കളയുകയും ചെയ്തു. പിന്നെ 1.5 വർഷത്തിന് ശേഷമാണ് എൻ്റെ ഇളയ സഹോദരിയെ കണ്ട് എൻ്റെ അമ്മാവിയാർ ആറ്റുകോലി പോയിട്ട് വന്ന് പറഞ്ഞു പെണ്ണ് കണ്ടതിന് ശേഷം എൻ്റെ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അത് എന്താണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതുപോലെ ഇവിടെ വട്ടൂർക്കാവിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു അണ്ണാ അത് വല്ലരും പറയുന്ന വാക്കൊന്നും അണ്ണൻ കേൾക്കരുത്, എന്താണ് എൻ്റെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുണ്ടോ, അമ്മയും നീ ആയിട്ട് പോയി പെണ്ണ് അയക്കുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി നോക്കി അവർ അയക്കാമെന്ന് പറഞ്ഞു. കല്യാണം കഴിക്കുകയും ചെയ്തു. ഈഞ്ചക്കൽ വെച്ചാണ് കല്യാണം നടന്നത്. ശ്രീധനായിട്ട് ഒന്നുമില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ അളിയൻ്റെ ഒരു 9,000 രൂപ 2 പ്രാവശ്യമായിട്ട് എൻ്റെ അമ്മാവിയാർ കൊടുത്തു വിട്ടിട്ടുണ്ട്. എൻ്റെ തന്നിട്ടില്ല. എൻ്റെ അമ്മാവിയാർ 2 പ്രാവശ്യമായിട്ടാണ് എൻ്റെ. അപ്പോൾ ഞാൻ അളിയൻ്റെ ചോദിച്ചു നീ എന്തിന് പൈസ വാങ്ങിച്ചതെന്ന്. അത് ഇരിക്കിത്തളി, അത് അവർ തന്നതാണ്, ഇത് വെച്ചോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തന്നു വിട്ടതാണ്. കല്യാണമല്ലേ, ചിലവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ട് പൊളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. കല്യാണം കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ആ വീടെന്ന് പറയുന്ന സഹോദരിക്ക് കൊടുത്തെങ്കിൽ അമ്മയുടെ കാലശേഷം വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കും കിടക്കാൻ വീട്ടിൽ, അങ്ങനെയാണ് വീട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസത്തിൽ 4 ആഴ്ച ഉണ്ടെങ്കിൽ 3 ആഴ്ച ഇവരവിടെ വരും. അവിടെ താമസിക്കാൻ പറ്റില്ല, അവരെ വീട്ടിൽ താമസിക്കുന്നു എന്നും പറഞ്ഞ് ഡെയിലി പ്രശ്നങ്ങൾ. കുറച്ച് നാൾ കഴിഞ്ഞാണ് സ്ഥലമൊക്കെ വാങ്ങിച്ചത്. 10 സെൻറ്റ് സ്ഥലം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഒരു പൈസ പോലും കൊടുക്കാതെയാണ് എഴുതി തന്നത്. പിന്നീട് എൻ്റെ പേരിൽ പിന്നെ ഞാൻ സൊസൈറ്റിയിൽ കൊണ്ട് പ്രമാണമൊക്കെ വെച്ച് കുറേ പൈസയൊക്കെ മറിച്ചാണ് അന്ന് കൊടുത്തത്. 80,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. 80,000 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പം അതിൽ എവിടെ പേര് വെച്ചില്ല എന്നുള്ള ഒരു പ്രശ്നം അന്നേ വന്നു. എൻ്റെ പേരും കൂടി വെച്ചില്ല. അപ്പം മറ്റവൻ പറഞ്ഞ് ഇത് പൈസ കൊടുക്കാതെ എഴുതുന്നുണ്ട്, എൻ്റെ പേര് മാത്രമേ വയ്ക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇതുപോലെ ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ആള് കാണൂല. നിങ്ങളെ ഏൽപ്പിച്ച 9,000 രൂപ ഉണ്ടല്ലോ, അതൊന്നും ചെയ്തായിരുന്നത്? അത് ഇവരെ വീട് ഓടിട്ട് കൊടുത്തത്. ഇവരെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറേ പൈസ ഈ ചെറ്റ വീടെന്ന് പറഞ്ഞില്ലേ, ഈ ചെറ്റ വീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ കട്ട കെട്ടി പിന്നെ ഇത് കൂരയാക്കി. ഞാൻ ആ വീട്ടിലേക്ക് വേണ്ടി ചെല്ലാക്കി ഓട് നരുവാമൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് ഇൻസ്റ്റാൾമെൻറ്റിൽ ഓട് കിട്ടും. മാസം തോറും പൈസ അടച്ചാൽ മതി. ആ വ്യവസ്ഥയിൽ ഓട് വാങ്ങിച്ച്. അപ്പം പിന്നെ ഞാൻ ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇവരെ വീട്ടിൽ ചെന്നപ്പോൾ കതവില്ല. കതവെന്ന് പാളിയെടുത്ത് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് വൈകുന്നേരം ആകുമ്പോൾ. അപ്പം ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, എനിക്കത് 2 ദിവസം ചെന്ന് കടന്നപ്പോൾ ഒരു നാണക്കേടായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ മഴ ഒരു ദിവസം പിന്നെ ഈ ഭയങ്കര മഴ, ഒരു റൂമിൽ തന്നെ 4-5 സ്ഥലത്തായിട്ടാണ് ഞാൻ ഇവളുമായിട്ട് കയറി കിടന്നത്.
കിടക്കുന്ന സ്ഥലത്തെല്ലാം വെള്ളം. പിറ്റേന്ന് രാവിലെ ഞാൻ പോയി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടി പറഞ്ഞ് വാർഡ് കൊണ്ടുവന്നു. അപ്പോൾ അവർ എനിക്ക് 1000 രൂപയും തന്നു. 1000 രൂപ അവരെനിക്ക് തന്നു. എൻ്റെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് തന്നു. അപ്പോൾ ഈ വാർഡ് എടുത്തുകൊണ്ട് റോട്ടിൽ വെച്ചിട്ട് എൻ്റെ അമ്മാവൻ്റെ കൂടി ഞാൻ പറഞ്ഞു, ഒന്ന് സഹായിക്കണം, റോട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, എനിക്ക് നേരെയില്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങേരെ ജോലിക്ക് പോയി. കൊടുക്കാൻ ഒരു മേശരിയും വിളിച്ച് ആ വാർഡിടാൻ സമയത്ത് എൻ്റെ ഈ ഭാര്യയും അവളെ അനിയത്തിയായിട്ടാണ് വാർഡെടുത്ത് തരുന്നത്. ഞാൻ ഉയരെ നിൽക്കും, മേശരിയിൽ ഉയരെ നിൽക്കുന്ന മേശരിയിൽ ഞാൻ കൊടുക്കും. അങ്ങനെയാണ് ആ വീട് വാർഡിട്ടത്. ആ സമയത്ത് ഇവരവിടെ ഇല്ല, ഇവർ വീട്ടു ജോലിക്കെന്നും പറഞ്ഞ ഒരു തിരുവനന്തപുരത്ത് അവിടെ എന്തോ ആവശ്യമായിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് വീടൊക്കെ വാർഡിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് അടുത്തുള്ള ശിവൻ എന്ന് പറയുന്ന ഒരാൾ പലിശയ്ക്ക് കൊടുക്കും. അവൻ്റെ കൂടി പറഞ്ഞു, ഇത് ഈ വീട്ടിൻ്റെ പ്രമാണം വെച്ചുകൊണ്ട് ഒരു 25,000 രൂപ ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി അറിയില്ല, ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതിൽ പൊറുപ്പില്ല എന്ന് പറഞ്ഞു. വീട്ടിന്റെ പ്രമാണം നിങ്ങളുടെ പേരിലല്ല? അല്ല, ഞങ്ങളെ പേരിന് എഴുതിയിട്ടില്ല. പിന്നീടാണ് ഈ 2 കൊച്ചുങ്ങളെ പേരിന് അവരെ കാലശേഷം വെച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 2 പേരെ പേരിന് എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചുങ്ങൾക്ക് വേറെ നിവർത്തിയില്ല, എനിക്കും ഒരു കടക്കാടയില്ല, എനിക്ക് വാങ്ങിക്കാനും കഴിവില്ല. അന്ന് ഞാൻ മറ്റേ ആളുടെ കൂടെ പറഞ്ഞു വിട്ടു. മറ്റേ ആൾ വന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ ശശി ഇതുപോലെ പറയാണ്, അവന് ഇതിൽ പൊറുപ്പില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രി ഇവരെന്നെ ഇനി പറയാനൊന്നുമില്ല. നിനക്കെന്തേടാ കാര്യം, നിനക്കെന്തേടാ കാര്യം, ഞാൻ എൻ്റെ വസ്തുവിൻ്റെ പ്രമാണം കൊടുത്ത് പൈസ വാങ്ങിക്കുന്നത് നിനക്കെന്തേടാ കാര്യം എന്ന് പറഞ്ഞ് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാൻ അവിടെ നിന്ന് എവളെ വിളിച്ച്, നീ വരണമെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകണം വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇവൾ വരില്ല. ഞാൻ പോയിട്ട് ഒരു രാത്രി 9 മണിയായിട്ട് വീണ്ടും വന്ന് ഇവളെ വിളിക്കുകയാണ്, നീ വാ നമുക്ക് പോവാം, നമുക്ക് നമ്മളെ വീട്ടിൽ പോയി ഇവിടെ കിടന്ന് നമ്മളെ ജീവിതം ചീത്തയായി പോവും, വാ എന്ന് പറഞ്ഞു. ഞാൻ പോയി ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഇവൾ ഉറക്കക്കുളി അടിച്ച് അവിടെ വെച്ച് ഉറക്കക്കുളി അടിച്ച് അന്ന് രാത്രി തന്നെ ജില്ലാശുപത്രിയിലെ മെഡിക്കൽ കോളേജിൽ എടുത്തുകൊണ്ട് പോയി. ഞാൻ പോയിട്ട് വീണ്ടും മൂന്നാമതും ഞാൻ വന്നു. എനിക്ക് എന്തോ മനസ്സിൽ വീട്ടിൽ ചെന്ന് കിടന്നപ്പോൾ ഒരു അലട്ടൽ, എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നെന്നുള്ള ഒരു ഇതാണ്. മൂന്നാമത് രാത്രി 11 മണിയായപ്പോൾ ഞാൻ വന്നപ്പോൾ ഉണ്ട് അച്ഛൻ നിൽപ്പുണ്ട്. ഞാൻ രാധിക എന്ന് കഥവെട്ടി വിളിക്കുന്നു. അത് രാധിക ഇവിടെ ഇല്ല, അവൾ ഉറക്കക്കുളി അടിച്ച് അവളെ എടുത്തുകൊണ്ട് ആശുപത്രി പോയി, ഒരു തന്ത പറയുന്നത്. അപ്പോഴും തന്നെ ഞാൻ അവിടെ കിടന്ന് വിളിച്ച് ബഹളം ഉണ്ടാക്കി. അടുത്ത് രാജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അങ്ങേര് ഓടി വന്നിട്ട് വന്ന് നീ സമാധാനപ്പെടും എന്ന് പറഞ്ഞാൽ അങ്ങേര് തന്നെ ഒരു ഓട്ടം പിടിച്ച് വിട്ടിരുന്നു. നേരെ ഇങ്ങേരെയും കൂടി കയറ്റിക്കൊണ്ട് ഞാൻ ജില്ലാശുപത്രി വന്നപ്പോൾ അവിടെ ഇല്ല. നേരെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ മൂക്കിൽ ട്യൂബൊക്കെ കയറ്റിയിട്ടിരിക്കുകയായിരുന്നു. കക്ഷി എന്നെ പേടിച്ചിട്ട് കക്ഷി കഴിച്ചെന്ന് പറയുന്നു. പക്ഷെ സംഭവം അതല്ല, ഇവർ വിടാത്തത് കൊണ്ടാണ് വരാത്തത്. അവർ പറഞ്ഞ് നീ അവൻ്റെ കൂടെ പോകരുത് എന്ന് പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയാണ് അവർക്ക് കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞാണ് ഈ ഗുളിക കഴിച്ചത്. പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയാണോ പറഞ്ഞ പോണ്ടാന്ന്? എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതാണ് മേഡം, അല്ലാതെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇനി എന്നെ കാണൂല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോഴ് ഞാനെടുത്ത് കഴിച്ചതാണ്. അപ്പൊ അത് കുട്ടികളൊന്നുമില്ല. അപ്പോഴും കുട്ടികളില്ല. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികൾ ആയത്. ഹോസ്പിറ്റലിൽ നേരെ അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി എന്തായാലും അവളെ വിളിച്ചിട്ട് വരുന്നില്ല. വീണ്ടും അവരെ വീട്ടിൽ തന്നെ ഞാൻ പോയി. അവരെ വീട്ടിൽ തന്നെ പോയി. അന്ന് നരുവാമൂട്ടിൽ ഞാൻ സൈക്കിൾ ഷോപ്പ് ഒരു ചെറിയ പണിയൊക്കെ നടത്തി അങ്ങനെ പോവുകയാണ്. അവിടെ പോയി വീണ്ടും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തട്ടിൻ്റെ പണിക്കൊക്കെ പോകും, വല്ല കോൺക്രീറ്റിനൊക്കെ പോകും. അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. വൈകുന്നേരം ആകുമ്പോൾ അമ്മാവി ഇത്തിരി അടിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മാവിയെ കാണില്ല. അമ്മാവി 8-8:30 ആകും അടുത്ത വീട്ടിൽ ജോലിക്ക് വീട്ടിൽ വരുന്നത്. ഇവർ വരുന്നതും അങ്ങേരെ സ്വഭാവന്മാർ അവിടെ അടിയായി. നീ ഇത്രയും നേരം എവിടെ പോയിരുന്നു മറ്റേണ് അനാവശ്യമായിട്ടുള്ള രീതിയിലൊക്കെ ഉള്ള സംശയം. ആശുപത്രിയിൽ അവർ അഡ്മിറ്റ് ചെയ്ത് ഗുളിക കഴിച്ച് അവിടെ സംരക്ഷിച്ചതൊക്കെ ആരാ? അത് അവരെ തന്നെ. നിങ്ങളവിടെ ഇല്ല ഞാൻ പോയി അന്ന് രാത്രി തന്നെ പോയി. അവിടെ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ അത് അവരും ഞാനും കൂടെയാണ് ചെലവാക്കിയത്. അവരും ചെലവാക്കി, ഞാനും ചെലവാക്കി. ഞാൻ രാത്രി ചെന്ന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാനും കൂടെ നോക്കിയിരുന്നു. അവരെ കൊണ്ടുപോയത് അവരാണ്. അപ്പോൾ ഇങ്ങനെ ഡെയിലി ഈ വീട്ടിൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ 75-80 വയസ്സായ റിട്ടയർഡായെന്ന് പറഞ്ഞ അപ്പോൾ നമുക്കറിയാം, ഞാനും അങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ട്, വലിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെ വെച്ച് സംശയിച്ചാണ് ഇവിടെ അടി ഡെയിലി.
ഡെയിലി അടിയും മക്കളോടെയൊക്കെ ഒരു വെറും തീരെ തറയായ രീതിയിലൊക്കെയാണ് അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ഇത് ഡെയിലി അവിടെ പ്രശ്നമായപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നമുക്കത് പറ്റില്ല. കാര്യം ഒരു ദിവസം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഓരോ ഒറ്റ ഇടിയായിരുന്നു ഇവിടെ വലത്തെ സൈഡ് കയറി അങ്ങ് വീങ്ങിപ്പോയി. ഞാൻ തന്നെ പേടിച്ചു. ഞാൻ അപ്പോഴും ഞാൻ അങ്ങനെ അടിക്കാൻ പറ്റില്ല. അങ്ങനോട് ഞാൻ കയറി ചൂടായപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ അമ്മയെ ചേർത്ത് വെച്ച് ചീത്ത വിളിച്ചു. എൻ്റെ വീട്ടിൽ ഞാൻ പലതും നീ ആരടാ ചോദിക്കാൻ. അതേപോലെ തന്നെ ഇപ്പോൾ എൻ്റെ അനിയൻ പയ്യൻ ഈ അവളെ അനിയത്തിയെ കെട്ടിയ പയ്യൻ്റെ കൂടി അവൻ്റെ അമ്മയെ ചേർത്ത് വെച്ച് പറഞ്ഞു അവനും അടി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാന്യമായിട്ട് അവളോട് പറഞ്ഞു നമുക്ക് പോവാം. അങ്ങനെയാണ് ഊരുട്ടമ്പലം പ്ലാവള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ പോയി താമസിച്ചു. വീടെടുത്ത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എവളും പോകും. ഗോവിന്ദമംഗലത്ത് ഒരു സ്ത്രീയുണ്ട്, ഇവളൊരു കൂട്ടുകാരി. ഇവർ രണ്ടുപേരായിട്ടാണ് കറങ്ങിയിട്ട് ഞാൻ വരുന്ന മുമ്പേ ഏറ്റിഞ്ഞ് വരും. ഞാൻ പല ദിവസവും ജോലിക്ക് പോയിട്ട് ചിലപ്പോൾ ഈ ജോലിക്ക് പോകുന്ന കമ്പനിയിൽ കറണ്ട് കാണില്ല. ചില ദിവസം പെട്ടെന്ന് യാദൃച്ഛികമായിട്ട് വരുമ്പോൾ ആൾ കാണില്ല. താക്കോലും കൊണ്ട് അവൾ പോകും. ഞാൻ ഒരു ഉച്ച വരെ ഇരുന്നതിന് ശേഷമാണ് പിന്നീടാണ് പതുക്കെ വരണത്. ചോദിക്കും എവിടെ പോയെന്ന് ചോദിച്ചവരെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ കുഞ്ഞമ്മേരെ വീട്ടിൽ പോയി, കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ഇതാണ് പരിപാടി. അത് മുതൽ തെറ്റാൻ തുടങ്ങി. ശശി അത് അന്വേഷിച്ചു എവിടെ പോയതാണെന്നുള്ളത്. ഇപ്പോഴൊക്കെ ഞാൻ പറയും ഇങ്ങനെ ഞാൻ പോകുമ്പോൾ നീ വേറെ ഒരു സ്ഥലത്തും പോകരുത്. ആൾക്കാർ പലതും പറയും. അത് നമ്മൾ സംശയമുണ്ടോ ശശിക്ക്? ഇല്ല, എനിക്ക് സംശയപരമായിട്ടൊന്നും ഇല്ലായിരുന്നു. നീ അങ്ങനെ പോകരുത്, പോകുന്ന ശരിയല്ല. നമ്മൾ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഊന്ന് പോകണമെങ്കിൽ പറന്ന് പോകണമെന്ന് പറയും. അതുകൊണ്ട് നീ പോകരുത്. ഞാൻ വരുന്ന വീട്ടിൽ എല്ലാ പെണ്ണുങ്ങളും വീട്ടിലെ കാര്യങ്ങൾ നോക്കിയല്ലേ കഴിയുന്നത്. വീട്ടിൽ ഇരിക്കാൻ പറയും. അത് അപ്പോഴേ പോകുന്ന കേൾക്കാത്ത പോലെ നിൽക്കും. ഇങ്ങനെ മിണ്ടാതെ നിന്നിട്ട് അങ്ങനെ നിൽക്കും, അത്ര തന്നെ. പിന്നെ പിറ്റേന്നും ഞാൻ പോകുമ്പോൾ അവളങ്ങ് പോകും. അങ്ങനെയാണ് ഒരു ദിവസം വീട്ടിൽ ചെന്ന് ഞാൻ ബഹളം ഉണ്ടാക്കി. ഈ വിറവ് കൊള്ളിയെടുത്ത് കുത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലേ പോയത് നിൻ്റെ കൂടെ വീട്ടിൽ പോകല്ലെന്ന്. പിന്നെ നീ എന്തിനു പോയത്? അത് ഇറങ്ങടാ പട്ടി, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ പട്ടി, നീ ഞാനുമായിട്ട് ഒരു കാര്യമില്ല, ഇറങ്ങടാന്ന് പറഞ്ഞു. അപ്പം ഈ രാധിക ഇറങ്ങടാ പട്ടി എന്ന് പറഞ്ഞ് ഈ വിറവ് കമ്പ് എടുത്ത് കുത്തി തന്നു. അതിന് മുമ്പ് തന്നെ അവളെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പം ഈ വീട്ടിൻ്റെ അടുത്ത് വഴി നടയാണ്, ആൾക്കാരെല്ലാം പോവും. മൂത്ത കൊച്ചിന് ഒരു ഒറ്റയാടി എന്തോ പറഞ്ഞിട്ട് കേൾക്കാം. അപ്പം ഞാൻ പറഞ്ഞു പതുക്കെ സംസാരിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു. ഞാൻ ഒരടി കൊടുത്ത്, ഇല്ല നല്ല ഒരടി ഇങ്ങനെ കയ്യിൽ കൊടുത്ത്. കുടിച്ചുകൊണ്ടിരുന്ന ചൂട് ചായ എടുത്ത് എൻ്റെ നെഞ്ചിൽ കൂടെ ഒഴിച്ചു വന്നിട്ട് എണീറ്റ് ഓടി എവിടെ ചെന്ന് ഒളിച്ചിരുന്ന് കൊടുക്കും. ഈ അമ്മാവി അനിയത്തിയും കൂടെ അന്വേഷിച്ച് നടന്ന് പിടിച്ചുകൊണ്ട് വന്ന് അവർ തന്നെ ഒരടി കൊടുത്തു. അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഇത് പറയുന്ന അനുസരിക്കില്ല, ഭർത്താവെന്നുള്ള വിലയില്ല, എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു, പിന്നെ വിദ്യാഭ്യാസമില്ല, കാണാൻ സൗന്ദര്യമില്ല. ഇതൊക്കെയാണ് അവളുടെ ഒരു ചെറിയ ധാരണയാണ്. മഞ്ഞപ്പിത്തം ചികിത്സിച്ചാൽ മാറുന്ന അസുഖമല്ലേ? അല്ല, അവർ പറഞ്ഞ ഇത് ഭയങ്കര അസുഖമാണ്, ഇത് കുട്ടികൾക്കും നിനക്കും എല്ലാം പകരും എന്ന് പറഞ്ഞാൽ അന്ന് എൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കാട്ടാക്കട ഒരു ലാബിൽ പോയി അവളെയും ടെസ്റ്റ് ചെയ്ത് പിള്ളേരെയും ടെസ്റ്റ് ചെയ്തു. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവർ പറഞ്ഞു കൊടുത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിയാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ആസൂത്രണം ചെയ്യുക. നിനക്ക് അസുഖം പകരും, ഈ അസുഖം നിനക്കും പകരും, കുട്ടികൾക്കും പകരും. അന്ന് മുതലാണ് ഇവളെന്നെ വേറെ രീതിയിൽ കാണാൻ തുടങ്ങിയത്. അതുവരെ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സന്തോഷമായിട്ട് ഈ പിണങ്ങുമെങ്കിലും സന്തോഷമായിട്ടാണ് കഴിയുന്നത്. ഈ ഊരുട്ടമ്പലം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് വീട് വാടകയ്ക്കിട്ട് താമസിച്ചുകൊണ്ടിരുന്ന് അത് കഴിഞ്ഞ് ഇവളെ എന്നെ വറുകുമ്പെടുത്ത് കുത്തിയെന്ന് പറഞ്ഞല്ലോ. കുത്തി അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വന്ന് വിളിച്ച് നീ വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് വന്നില്ല. വീണ്ടും ഞാൻ ഒരു 2 മാസം വരെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു, ആ വാടക വീട്ടിൽ താമസിച്ചിട്ട് ഒരു ദിവസം ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ മാറനല്ലൂർ SIയെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കിടന്ന കംപ്ലീറ്റ് സാധനം ഇവർ വാരിക്കൊണ്ടുപോയി. ഇവരുടെ തീരുമാനം എന്തെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വീട്ടിൽ താമസിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ താമസിക്കില്ല, ഞാൻ വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ താമസിക്കുള്ളൂ. എപ്പോഴും പറയാറുണ്ട് രാധികയുടെ വീട്ടിൽ നിന്നാ മതിയെന്ന്. അതാണ് എപ്പോഴും അവളെ വീട്ടിൽ പോകണം എന്നുള്ള ഇതാണ്. അത് കഴിഞ്ഞാണ് എൻ്റെ സ്ഥലത്ത് പ്ലാവള എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, ബാലരാരം പ്ലാവള, അവിടെ പോയി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ശേഷാറി പോങ്ങുമൂട് ഒരു സഹകരണ ബാങ്കിൽ എന്താ ചെറിയ പണിയുണ്ടായിരുന്നു. അവിടെ പോയിട്ട് വന്നപ്പോൾ കൊച്ചുങ്ങളെ കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് മാമ പാവമാണ്, പിള്ളേർക്ക് വല്ലതും കൊടുക്കണം. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ട് കൊടുക്കില്ല, നീ കൊടുക്കണമെങ്കിൽ കൊടുന്ന് പറഞ്ഞു. 2000 രൂപ ഞാൻ കൊടുത്തു. ആ 2000 രൂപ കൊണ്ട് വന്ന് അവൾ കൊടുത്ത് ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും അവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പതുക്കെ വന്ന് എൻ്റെ സഹോദരി വീട്ടിൽ വന്ന്. അപ്പം ഞാനും ഒന്നും മിണ്ടിയില്ല. വന്ന് പിന്നെ പിള്ളേരെയും കൊണ്ടുവന്നു. പിറ്റേ ആഴ്ച വന്നപ്പോൾ പിള്ളേരെയും കൊണ്ടുവന്നിട്ട് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം വരും പിള്ളേരെയും കൊണ്ട്. ശനിയാഴ്ച കൊണ്ടുവന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് പോകും. അപ്പോൾ ഇത് അങ്ങനെ
ഞായറാഴ്ച വന്നിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം, ഊർട്ടമ്പലത്തിലാണ് ഒരു കൊച്ചു പഠിക്കുന്നത്, അവളെ കൂടി പ്ലാവളെ ആക്കാം, ഒരു മൂത്തവള് പിന്നെ നെല്ലിമൂട് കോൺവെൻറ്റിൽ എന്ന് അപ്പോഴും പറഞ്ഞു അത് ഇനിയിപ്പോൾ സ്കൂൾ അടയ്ക്കാൻ 5-6 ദിവസമല്ലേ ഉള്ളൂ, അപ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ടി സി വാങ്ങിച്ച് ഇങ്ങോട്ടാക്കാമെന്ന് പറഞ്ഞു. ആക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആഴ്ചതോറും വരും, പൈസ വാങ്ങിക്കും പോവും, ആഴ്ചതോറും വരും, പൈസ വാങ്ങിക്കും പോവും. ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കാലിലൊരു മൈക്കൂര് വന്നു ഇവിടെ നീരായി. അപ്പോൾ ഇവൾ കണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇത് ഇവൾ വന്ന് പോയി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഈ മുട്ട് മടക്കാനോ ഇരിക്കാനോ ഒന്നും ബാത്റൂമിൽ പോകാൻ പോലും ഒരു സൗകര്യമില്ല, എൻ്റെ തുണി കഴുകാനോ ഒന്നിനും ഒരു സൗകര്യമില്ല. അപ്പോഴും ഇവളെ ഫോൺ ചെയ്ത് എൻ്റെ ശേഷാറി പറഞ്ഞു, പിന്നെ ഇതുപോലെ ശശിക്ക് പിന്നെ ഒട്ടും വയ്യ, നീ പെട്ടെന്ന് ഇഞ്ഞ് വരണം. ഈ ബാലരാപുരം ബ്യൂട്ടി പാർലറിൽ വരുന്ന അവൾ ഈ വയ്യെന്ന് പറഞ്ഞ് അതോടെ വരവ് നിർത്തി.